കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കുറച്ചു മുന്നേ തന്നെ മുന്നിലൂടെ കടന്നുപോയ പെൺകുട്ടി 7 വർഷം ജയിലിലായിരുന്നു എന്ന്. എന്തൊക്കെയാണ് അവൾ അവിടെ അനുഭവിച്ച് കൂട്ടിയിട്ടുണ്ടാവുക, അതും ഈ ചെറിയ പ്രായത്തിൽ. ജയിലായിരുന്നു എന്ന് നേരത്തെ അറിഞ്ഞെങ്കിലും ആ വർഷങ്ങളുടെ കണക്കിൽ കലങ്ങിപ്പോയ ചന്തുവിന്റെ മിഴികൾ. ഇത്രയൊക്കെ അനുഭവിച്ചു വന്നവൾക്ക്, അതും സ്വന്തം അമ്മ ചെയ്ത കുറ്റം കൊണ്ട് ജീവിതത്തിലെ നല്ല നാളുകൾ നിഷേധിക്കപ്പെട്ടവരുടെ കൂടെ എന്തുകൊണ്ട് ഇപ്പോൾ ആരുമില്ല? ഈ താരചേച്ചിയല്ലേ തിങ്കൾ? ജയിലിൽ ശിക്ഷ കഴിഞ്ഞു വന്നിട്ടും ആ പെൺകുട്ടിയെ കാണാൻ താരയും മറ്റാരും ഇങ്ങോട്ട് വരാത്തത് എന്താണ്? ചാന്ദിനിക്ക് ആളുടെ ഉള്ളിലെ സംശയത്തിലുള്ള മറുപടി ഉടനടി കിട്ടാൻ മുന്നിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കുക തന്നെ നിവൃത്തിയുള്ളൂ. അത്രയും ആകാംക്ഷയോടെ തന്നെ തിങ്കളിനെ കുറിച്ചറിയാൻ ചാന്ദിനി ചോദിക്കുകയും ചെയ്തു. എങ്ങനെ വരാനാ ചന്തുമോളെ, ഇവളുടെ കയ്യിലിരിപ്പ് അതല്ലേ? അവരാ പറഞ്ഞു വല്ലാതെ ചുളിഞ്ഞുപോയി ചാന്ദിനിയുടെ മുഖം. ടിവിയിലും പത്രത്തിലെല്ലാം അമ്മയുടെ സംബന്ധക്കാരോട് തോന്നിയ ദേഷ്യത്തിൽ മകളെ അയാളെ വെട്ടിക്കൊന്നു എന്നാ കാണിച്ച്. എന്നാലും സത്യം അതൊന്നും അല്ലാന്ന്. എല്ലാ കഥകളും ഈ നാട്ടിലെ മിക്കവർക്കും അറിയുന്നതാ. ചന്തുമോൾ ഇതൊന്നും അറിയാത്ത അതിശയം തന്നെയാണ് നീ. സാരമില്ല, എല്ലാം ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടേ പോകുന്നുള്ളൂ. ഈ വേദനയൊന്നും എനിക്ക് അതിലൊരു പ്രശ്നവും അല്ല. തൊട്ടപ്പുറത്ത് വന്ന് കയറിയത് ഏത് തരക്കാരെയാണ് നിങ്ങൾ അറിയിക്കാതെ പോയാലേ എനിക്ക് എങ്ങനെ സമാധാനം കിട്ടാനാ? മുഖവരി കൊടുത്തുകൊണ്ട് അവരങ്ങനെ ഇരിക്കുമ്പോൾ ചന്തുവിന് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പുറത്ത് കാണിച്ചില്ല. ചന്തുവിനെ അറിയാലോ, ഈ പെണ്ണിന്റെ അനിയത്തി താരയെ കെട്ടിയത് നമ്മുടെ ഭാമിനിയുടെ മോൻ ശ്രീജിത്ത, അവളുടെ അമ്മായിയുടെ മോൻ തന്നെ. അങ്ങനെ താര പറഞ്ഞാണ് ഈ സംഭവങ്ങളുടെ കിടപ്പുവശം ഞങ്ങളെല്ലാവരും അറിയുന്നത്. ഇവരുടെ അമ്മ പിഴച്ചവള് പ്രമീള ഈ നാട്ടിൽ നിന്ന് മാറി കടവിൻ്റെ അടുത്ത് ചായക്കട നടത്തിയാന്നേ. ഇപ്പോൾ ഈ കൊലപാതകം നടന്നതിൻ്റെ പിറ്റേന്ന് തന്നെ സരോജിനി ചേച്ചി അവളെ അടിച്ചിറക്കിയിരുന്നു അവിടുന്ന്. എന്നിട്ട് കുറച്ചു കാലം ഏതാണ്ട് ജോലിയൊക്കെ ചെയ്താണ് ഈ ചായക്കട അവൾ തുടങ്ങിയത്. പക്ഷേ അവിടെ ചായ മാത്രമല്ല വിൽപ്പന. അതവർ ശബ്ദമിച്ചിരി താഴ്ത്തി പറയുമ്പോൾ ചാന്ദിനി ക്ഷമയോടെ തന്നെ ഇരുന്നു. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാലേ തിങ്കളുടെ കാര്യം അറിയാൻ പറ്റൂ. ഈ നാട്ടിൽ നിന്ന് തന്നെ കുറച്ചു പേരൊക്കെ പ്രമീളയുടെ അടുത്ത് പോകുന്നുണ്ടെന്നാ ജനസംസാരം. അതാരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല മോളെ. എന്തായാലും അവിടെ പണി മറ്റേത് തന്നെയാ. അല്ലെങ്കിൽ പിന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചായ മാത്രം വിറ്റവൾക്ക് 4 സെന്റ് സ്ഥലം വാങ്ങാൻ അവിടെ വീട് വെക്കാനും ഇവിടുന്ന് എത്രയും കാശ് കിട്ടിയത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ മോളെ, ഈ ഒരുമ്പെട്ടവരുടെ രഹസ്യക്കാരെന്ന് പറഞ്ഞ് ഈ പെണ്ണ് വെട്ടിക്കൊന്ന ആ ചെക്കനില്ലേ, അത് ശരിക്കും അമ്മയുടെ അല്ല മോളുടെ കാമുകനായിരുന്നു എന്ന്. മോളുടെ കയ്യിൽ നിന്ന് അമ്മ ആ ചെക്കനെ തട്ടിയെടുക്കാൻ നോക്കി. അമ്മയുടെ വലയിൽ വീണു ആ ചെക്കൻ. അവൾക്കടുത്തേക്ക് പോയ ദേഷ്യത്തിലാണത്രേ ഈ പെണ്ണ് അവനെ വെട്ടിക്കൊന്ന്. ഈ ചത്ത ചെക്കനപ്പോൾ ഒരു 10-35 വയസ്സേ പ്രായമുള്ളൂ. അവരാ പറഞ്ഞു നിർത്തിയതും ചാന്ദിനി ശരിക്കും വന്ദിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർക്കതൊന്നും. 7 വർഷം മുന്നേ 10-35 വയസ്സുള്ള ചെക്കനെ ആ പെൺകുട്ടിയെ പ്രേമിച്ചെന്ന്. അപ്പൊ തിങ്കളിന് എന്ത് പ്രായം വരും ഇപ്പോൾ? എന്നാൽ പ്രണയിക്കാൻ പ്രായമോ ജാതിയോ മതമോ ഒന്നും തടസ്സമല്ലല്ലോ. ആകെ കലുഷിതമായ മനസ്സോടെ ചാന്ദിനി ഉലയുമ്പോൾ വിലാസിനി പറഞ്ഞുറങ്ങിയെ പൂർത്തിയാക്കിയാണ്. ഈ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞ അവൾക്ക് നാണക്കേടല്ലേ? അതുകൊണ്ടാ അമ്മയുടെ രഹസ്യക്കാരനെ ദേഷ്യത്തിൽ കൊന്നു എന്നൊക്കെ കേസ് അവൾ തിരിച്ചത്. എല്ലാം അറിയുന്ന അനിയത്തി കൊച്ചിനെ അവൾ ഭീഷണിപ്പെടുത്തി പുറത്ത് ആരോട് ഇതൊന്നും പറയരുതെന്നും പറഞ്ഞു. ഇവളെ പോലെ സാമർത്ഥ്യകാരിയൊന്നുമല്ലാത്ത ആരെക്കുട്ടിയെന്ന് ചന്തുവിന് അറിയാലോ. ഒരു പച്ചപ്പാവം പെണ്ണ്. ഇവളുടെ ഭീഷണി പേടിച്ച് അവൾ ആരോടൊന്നും കുറേ നാളത്തേക്ക് പറഞ്ഞില്ല. എന്നിട്ട് ശ്രീജിത്ത് അയാളുടെ കല്യാണം കഴിഞ്ഞു. ആ പെണ്ണിൻ്റെ അച്ഛമ്മ കൂടെ അതിനില്ലാണ്ടായപ്പോഴാ അതുള്ള സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറഞ്ഞ്. ഇതിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും രസം. ഈ ശ്രീജിത്തായിട്ടേ ഇവളില്ലേ ഈ കൊലപാതകി മുന്നേ പ്രേമത്തിലായിരുന്നു. എന്നിട്ടാ അവള് മറ്റവനെ പ്രേമിക്കാൻ പോയത്. ഇവള് ജയിലായപ്പോൾ സരോജിനി ചേച്ചിയും താരയും ശ്രീജിത്തിന്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ ശ്രീജിത്തിന്റെ സ്നേഹം കണ്ട് അവനോട് കാര്യങ്ങളെല്ലാം താര തുറന്നു പറഞ്ഞു പോയി. അങ്ങനെയാ ആ ചതിയെത്തി വിട്ട് അവനവളെ കെട്ടിയത്. എന്നാലും മറ്റവളായിട്ട് ശ്രീജിത്തിന്റെ പ്രേമം ഈ നാട്ടിൽ മിക്കവർക്കും അറിയായിരുന്നു. അപ്പോൾ പിന്നെ ചേച്ചി ജയിലായപ്പോൾ അനിയത്തിയെ കെട്ടിയെന്നൊരു ദുഷ്പേര് അവന് വന്നില്ലേ? കൂടെ സരോജിനി ചേച്ചി ഇവർക്ക് എതിരായതേ നമ്മുടെ നാട്ടുകാരുടെ കണ്ണുകടി അങ്ങ് കൂടി. അപ്പം പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത അവർ ഈ നാട്ടുകാരുടെ കുത്തുവാക്കുകൾ കേട്ട് ഇവിടെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ ചന്തുമോളെ? അതുകൊണ്ടാ താരയെല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞ്. എന്നാലും ആ സരോജിനി ചേച്ചി മരിക്കും മുന്നേ കാര്യങ്ങളെല്ലാവരെയും അറിയിക്കായിരുന്നു താരയ്ക്ക്. ഇപ്പോൾ നോക്ക്, അപ്പുറത്ത് ആ വീടും പറമ്പും പിന്നെ സരോജിനി ചേച്ചിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലുള്ള പണവും എല്ലാം ഈ പെണ്ണിനെ എഴുതി വെച്ചിട്ടാ സരോജിനി ചേച്ചി പോയത്. ഈ പാവം പിടിച്ച താരക്കൊച്ചിന് ഒന്നും കൊടുത്തില്ല. പിന്നെ എന്തുണ്ടായിട്ടെന്താ? കൂട്ടിന് ആരെങ്കിലും ഉണ്ടാവൾക്കിപ്പോൾ? ജയിലിൽ നിന്ന് വന്നിട്ട് ഒറ്റയ്ക്ക് തന്നെ ജീവിക്കണം ഇനി. പിന്നെ അമ്മയുടെ പാതയിലേക്ക് തന്നെ ഈ പെണ്ണും പോയില്ലെന്ന് ആര് കണ്ടു? സൗന്ദര്യത്തിലായാലും സാമർത്ഥ്യത്തിലായാലും അമ്മയെ കടത്തി വിട്ടുകള്. പറഞ്ഞു നിർത്തിയൊന്നും ശ്വാസം നീട്ടി വലിച്ചെടുത്ത് അവർ ചാന്ദിനിയെ നോക്കുമ്പോൾ ആകെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നുണ്ട് അവൾ. എൻ്റെ പൊന്നെ ചന്തുമോളെ, പഠിച്ച കള്ളിയാ പെണ്ണ്. ഇപ്പം ജയിലിൽ കൂടി പോയി വന്നപ്പോൾ എന്തൊക്കെ കൂടുതൽ പഠിച്ചു കാണും അവള്. അവിടെയുള്ളവർ നല്ലവരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് നീ നന്നായി സൂക്ഷിക്കണം. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന സുന്ദരനല്ലേ നിന്റെ മോൻ. അവനെങ്ങാനും അവിടെ വരിയിലെങ്ങാനും വീണുപോയാൽ എന്താവും നിന്റെ അവസ്ഥ? അതൊക്കെ ഓർത്തുകൊണ്ടാ ഞാൻ ഈ വേദനയും കടിച്ചു പിടിച്ച് ഇവിടെ നിന്ന് ഇത്രയൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അതും പറഞ്ഞ് ഇടുപ്പിൽ കൈയും കൊടുത്ത് അവരിറങ്ങുമ്പോൾ മന്മു ഒന്നുകൂടെ ഒന്ന് കുരച്ചു. ആ കുരയിലാണ് ചാന്ദിനി കേട്ട കാര്യങ്ങളുടെ ഷോക്കിൽ നിന്നൊന്ന് ഞെട്ടി എഴുന്നേറ്റത്.
വിലാസിനി അപ്പോഴേക്കും ആ കുരയിൽ പേടിച്ചിരുന്നിടത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. ചാന്ദിനി അവരെ ഗേറ്റിന് അവിടെ അവരെ കൊണ്ടുചെന്നാക്കി കുറച്ചധികം നേരം തന്നെ ആ വഴിയിൽ നോക്കി നിന്നു. ടൗണിലേക്ക് എത്തി. ആദ്യം തിങ്കൾ കയറിയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. പണ്ട് മുതലേ ഈ നാട്ടിലുള്ളതാണ് സൂപ്പർ മാർക്കറ്റ്. എന്നാൽ അന്നുണ്ടായിരുന്ന ആളുകളൊന്നുമല്ല ഇപ്പോഴൊന്നും അവൾ ശ്രദ്ധിച്ചു. ഇനിയാണെങ്കിൽ തന്നെ അതൊന്നും അവൾക്കൊരു പ്രശ്നവുമല്ല. സൂപ്പർ മാർക്കറ്റിൽ പഴയതിനേക്കാളും കൂടുതലായി ഷെൽഫുകളും ബ്ലോക്കുകളും അടക്കം മുകളിലേക്ക് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിലാണ് പാത്രങ്ങളുടെ സെക്ഷൻ. വീട്ടിലേക്ക് ആവശ്യമായി അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. വീട്ടുപകരണങ്ങളും പാത്രങ്ങളും അടക്കം ഉപ്പ് തൊട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിവെച്ച് മുന്നിലേക്ക് ചെന്നു തിങ്കൾ. പച്ചക്കറികളെല്ലാം അവിടെയാണ്. നല്ല ഫ്രഷ് സാധനങ്ങൾ. ഒരു കിറ്റ് പച്ചക്കറി വാങ്ങിയവൾ. ബാക്കി ആവശ്യമനുസരിച്ച് പിന്നെ വാങ്ങാമല്ലോ. അതുപോലെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. അന്നേരം മോള് പച്ചക്കറി വാങ്ങേണ്ട, ഞാൻ തരാമെന്ന് ചാന്ദിനി പറഞ്ഞ കാര്യം വെറുതെ മനസ്സിലേക്ക് വന്നെങ്കിലും അത് അപ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് തട്ടിക്കളയുകയും ചെയ്തു. 1 മണിക്കൂറിൽ തന്നെ തിങ്കളുടെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. എഴുതി വെച്ചുകൊണ്ട് എല്ലാം എളുപ്പമായിരുന്നു. ഒരുമിച്ച് ഇത്രയൊക്കെ വാങ്ങിയതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ട് അവൾക്ക് കിട്ടി. സാധനങ്ങൾ അവിടെ തന്നെ ഒതുക്കി വെച്ച് വണ്ടി വിളിച്ച് വരാമെന്ന് പറഞ്ഞാണ് തിങ്കൾ അവിടെ നിന്ന് ഇറങ്ങിയത്. സൂപ്പർ മാർക്കറ്റിന് തൊട്ടപ്പുറത്ത് തന്നെ തുണിക്കടയുണ്ട്. പക്ഷെ അത് തുറന്നിട്ടില്ല. ഓപ്പോസിറ്റ് ഒരെണ്ണം തുറന്നു വെച്ചിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ഒരു ഫാൻസി സ്റ്റോറും ഉണ്ട്. പക്ഷെ അതും തുറന്നിട്ടില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് അധികം കടകളൊന്നും തുറക്കില്ലല്ലോ ഇന്ന്. എന്തായാലും കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചവൾ നേരെ ആ ഓപ്പോസിറ്റുള്ള തുണിക്കടയിലേക്കാണ് നടന്നത്. അതിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് ഫാൻസി ഐറ്റംസും അവിടെ മുന്നിൽ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്ന തിങ്കളിന്റെ കണ്ണിൽപ്പെടുന്നത്. അപ്പോൾ പിന്നെ വേറെ കട അന്വേഷിച്ചു പോകണ്ട. ഇനി തൽക്കാലം ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വളയും മാലയും കമ്മലൊക്കെ വാങ്ങാം. ഒരു പെൺകുട്ടി അവളെ കണ്ട് അടുത്തേക്ക് വരുന്നുണ്ട്. തിങ്കൾ കാര്യം പറഞ്ഞപ്പോൾ അവളെയും കൊണ്ട് 3rd ഫ്ലോറിലേക്ക് പോയി. അവിടെയാണ് അവൾ ചോദിച്ച ഡ്രസ് കളക്ഷൻ അല്ല. അങ്ങനെ പോകുമ്പോൾ തന്നെ ഫാൻസി ഐറ്റംസ് ഇരിക്കുന്ന ഭാഗത്ത് തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ഒരു ചേച്ചിയെ തിങ്കൾ കണ്ടിരുന്നു. മിക്കതും തന്നെ അറിയാവുന്ന തന്നെ നാട്ടിൽ ആരെങ്കിലും ആയിരിക്കും. എന്നാലും തിങ്കളിന് ആ മുഖം കണ്ട് വലിയ പരിചയമൊന്നും തോന്നിയില്ല. പിന്നെ ഈ നേട്ടങ്ങളൊക്കെ അവൾ രാവിലെ മുതൽ കാണുന്നതാണല്ലോ. ഇതൊന്നും അവൾ ഒരു തരത്തിലും ബാധിക്കുന്നുമില്ല. ഇഷ്ടപ്പെട്ട 2-3 കുർത്തികളും സ്കേർട്ടും ടോപ്പും വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സുകളും ഇന്നേഴ്സ് എല്ലാം വാങ്ങി തിങ്കൾ താഴെ എത്തുമ്പോൾ മുകളിലേക്ക് അവൾ കയറിപ്പോയ പോലെയല്ല. താഴെയുള്ള സ്റ്റാഫുകളെല്ലാം ഇടം കണ്ടിട്ട് അവൾ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്. തിങ്കൾ അതൊന്നും നോക്കിയത് പോലുമില്ല. ബില്ലടിക്ക് മുന്നേ ഫാൻസി സെക്ഷനിലേക്ക് പോയി അവൾ എല്ലാം ഒന്ന് നോക്കി. ഭംഗിയുള്ള കുറച്ച് കമ്മലുകളും മാലയും ഒരു വാച്ചും പിന്നെ ഒരു ജോഡി കൊലുസും വാങ്ങിയവൾ. മണികളുള്ളതൊന്നുമല്ല, പ്ലെയിൻ ഡിസൈനിൽ അത്രയും സിമ്പിളായി മനോഹരമായ ഒന്ന്. സത്യം പറഞ്ഞാൽ പാദസരം വാങ്ങാനൊന്നും അവൾ വിചാരിച്ചിരുന്നില്ല. ഇത് പക്ഷേ ഭംഗി കണ്ടുകൊണ്ട് വാങ്ങിച്ചതാണ്. എല്ലാത്തിനും ബില്ല് പേ ചെയ്ത് കഴിഞ്ഞ് പാദസരവും മാലയും വാച്ചും വാങ്ങിച്ചില്ലെന്നൊരു ജോഡി കമ്മലൊക്കെ അവൾ അവിടെ വെച്ച് തന്നെ ഇടുകയും ചെയ്തു. സ്റ്റിക്കർ പൊട്ടിൽ നിന്ന് ഒരു ചുവന്ന പൊട്ടെടുത്ത് നെറ്റിയിലും കുത്തി. ഇവിടെ ഈ പ്രവൃത്തികളെല്ലാം കണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ചേച്ചി തുറന്നുപോയ വായിപ്പോഴും അടച്ചിട്ടില്ല. അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളിൽ ചിന്തിച്ചു കൂട്ടിയ ഊഹാപോഹങ്ങളാൽ മെനഞ്ഞെടുത്ത കഥകൾ വീട്ടിലെത്തി നാട്ടിലെല്ലാവരോടും പറയാൻ ഒട്ടും ക്ഷമയില്ലാതെ നിൽക്കുകയായിരുന്നു ആ ചേച്ചി. എല്ലാ കവറും സാധനങ്ങളും കയ്യിലൊതുക്കി പിടിച്ച് അവിടുന്ന് കുറച്ച് നടന്ന് തിങ്കളെത്തിയത് ഒരു ഫർണിച്ചർ കടക്ക് മുന്നിലാണ്. ബസ്സിന് വരുന്ന വഴിക്ക് ഇത് തുറന്നെടുക്കുന്ന അവൾ ശ്രദ്ധിച്ചിരുന്നു. അവിടുന്ന് ഒരു കട്ടിൽ വാങ്ങിയവൾ. പിന്നെ ഒരു മേശയും 2 കസേരകളും. വീട്ടിലുള്ളവയുടെ കോല അവൾക്ക് അറിയാലോ. തകർന്നിട്ടില്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും വീഴാൻ പാകത്തിനാണ് നിൽപ്പ്. ഒരു ബെഡും കൂടെ വാങ്ങിച്ച് ഇന്നത്തെ ഷോപ്പിംഗ് തിങ്കൾ നിർത്തി. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൊണ്ടുപോകാൻ വണ്ടി കിട്ടിയിട്ടില്ല. ആളതോർത്ത് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ആ ഫർണിച്ചർ കടയിൽ ആൾ വന്ന് എല്ലാം വീട്ടിലെത്തിക്കാനുള്ള വണ്ടിയും ആൾക്കാരും ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. സമാധാനായി. ഇനി അതിൽ തന്നെ നേരിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ എടുത്ത് വീട്ടിലേക്ക് പോകാലോ. അശോക, ഒന്ന് വന്നേക്കടാ, ഒരു ഓട്ടോ ഉണ്ട്. ആള് ഫോൺ വിളിച്ചു കഴിഞ്ഞും ഒരു 5 മിനിറ്റിനുള്ളിൽ മുന്നിൽ മിഥുൻ എന്ന് ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു പെട്ടി ഓട്ടോറിക്ഷ അങ്ങോട്ട് വന്നു നിന്നിരുന്നു. മിനി ട്രക്ക് മോഡൽ വാഹനമായതുകൊണ്ട് എല്ലാം കൊള്ളും. അതിന്റെ ഡോർ ഇറങ്ങുന്നയാളെ കണ്ട് തിങ്കളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അയാൾ അവളെ കണ്ട നിമിഷം സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. തിങ്കളെ ആ വിളി കേട്ട് അവളുടെ മിഴികളൊന്ന് പിടച്ചു. എന്നാലും നേർമയിലൊന്ന് പുഞ്ചിരിച്ചു. ആ മോളിപ്പോന്നു? ഇന്ന് രാവിലെ. ശിക്ഷ? അയാളെന്തോ ചോദിക്കാൻ പോയതാണ്. എന്നാലും അത് പൂർത്തിയാക്കിയില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞു എന്ന് തിങ്കൾ തന്നെ മറുപടി കൊടുത്തിരുന്നു. പിന്നെ അശോകനൊന്നും ചോദിക്കാൻ നിന്നില്ല. ആള് നോക്കിയൊന്ന് ചിരിച്ച് പെട്ടെന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം അയാളും കടയിലെ ആളും ചേർന്ന് വണ്ടിയിലേക്ക് കയറ്റി വെച്ചു. ഫർണിച്ചർ കടയിലെ ആൾ അശോകൻ അറിയുന്ന ആളാണോ എന്ന ചോദ്യത്തിന് എന്റെ കൂട്ടുകാരന്റെ മകളാണെന്ന് അശോകൻ മറുപടി എടുക്കാൻ തിങ്കൾ കേട്ടിരുന്നു. എനിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിന്റെ അവിടേക്കൊന്ന് പോകണം. കുറച്ച് സാധനങ്ങൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനിപ്പോ നമുക്ക് പോകാനോ? മോള് കയറ്. എല്ലാം കയറ്റി വെച്ച് കഴിഞ്ഞ് ആ 2 പേരും മുന്നിൽ ഡോർ നിന്ന് വണ്ടിയിലേക്ക് കയറിയിരുന്നു. നേരെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വെച്ച സാധനങ്ങൾ എടുത്ത് അവിടുന്ന് ഇനി വീട്ടിലേക്ക്. പാർത്തി വാടാ. കരിങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുന്നവനെ മീതു തോളിൽ തട്ടി വിളിക്കുന്നുണ്ട്. പ്രണവ് അവന്റെ അപ്പുറത്ത് തന്നെ ഫോണിൽ ആരോടോ ചാറ്റിംഗ് ആണ്. ആരോടോ അല്ല, അവന്റെ പെണ്ണിനോട്. കോളേജിൽ പഠിക്കുന്നതാണ്. അവന്റെ ജിമ്മിൽ വരുന്ന കുട്ടി. ജിം ട്രെയിനറാണ് പ്രണവ്. അവന്റെ തന്നെ ജിമ്മാണത്. ഞായറാഴ്ചകളിൽ വൈകുന്നേരങ്ങളിൽ മാത്രം ജിമ്മിൽ അവർ പോവാറില്ല. ചുമ്മാ അവന്മാരുടെ ഒപ്പം ഗ്രൗണ്ടിൽ പോയിരിക്കും, അല്ലെങ്കിൽ ഇറങ്ങി കളിക്കും. ഫുട്ബോളും ക്രിക്കറ്റും വൈകുന്നേരങ്ങളിൽ ഇവിടെ പിള്ളേരായാലും ചെറുപ്പക്കാരായാലും വന്ന് കളിക്കാറുള്ളതാണ്. അതിനുള്ള വിശാലമായ സ്ഥലം ഇവിടെ ഉണ്ടല്ലോ. ഇടയ്ക്ക് മാച്ചെല്ലാം ഉണ്ടാവാറുണ്ട്. അതെല്ലാം അവരുടെ ക്ലബിന്റെ നേതൃത്വത്തിലാണ് നടക്കുക. അതുകൊണ്ട് 7 മണി 7:30 വരെയൊക്കെ ഗ്രൗണ്ടിൽ ആളുകളുണ്ടാവും.
പാർത്തിയും ഇതും എല്ലാ ദിവസവും ഷോപ്പ് അടച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് ആ സമയങ്ങളിൽ വന്നിരിക്കുക. ശനിയാഴ്ചകളിൽ മാത്രമേ ആകാശം സൂരജും ഉണ്ടാവൂ. അവർക്ക് എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് ജോലി. വീക്കെൻഡിലാണ് അവർ വീട്ടിലേക്ക് വരിക. എനിക്കൊന്നും ഒരു മൂടില്ല, ഇന്ന് വല്ലാത്ത ക്ഷീണം, നീ പോയി കളിച്ചോ. പാർത്തി മടിയോടെ പറഞ്ഞ് മിഥുവിനെ കാലം തട്ടി നീക്കി ആ കാലവന്റെ മടിയിലും തല പ്രണവിന്റെ മടിയിലുമായി നീണ്ടു നിവർന്ന് കിടന്നു. അവനെ ഒന്ന് തലയിരിച്ച് നോക്കി പ്രണവ് വീണ്ടും ഫോണിലേക്ക് തന്നെ ശ്രദ്ധയിരിച്ചു. പാർത്തിയുടെ നോട്ടം അവന്റെ നേരെ റോഡിന് ഓപ്പോസിറ്റുള്ള ആ വീടിന്റെ കുഞ്ഞു ഗേറ്റിലേക്ക് പോയി. ആ പെണ്ണ് പോയിട്ട് ഇതുവരെ വന്നില്ല. വെറുതെ ഒന്ന് അവൻ ചിന്തിച്ചതാണ്. ഇരുട്ടൊക്കെ പടർന്നു തുടങ്ങിയല്ലോ. വന്ന് നിനക്കിപ്പോ വല്ലാതെ മടിയാവുന്നുണ്ട്. മിഥുവാണ്. ഇതാരാ ഈ പറയുന്ന പോലെ പാർത്തിയും പ്രണവ് ഒരുമിച്ച് അവനെ നോക്കി. ആ നോട്ടത്തിൽ അവനെ നിളിച്ചു. അവനെ ജിമ്മിലേക്ക് കൊണ്ടുപോകാനുള്ള പാട് അവർക്കല്ലേ അറിയൂ. പാർത്തിയും ഇതിനും പ്രണവിന്റെ ജിമ്മിൽ തന്നെയാണ് പോവാറ്. എന്നാലും ഇന്ന് കളിക്കണ്ട, നാളെ കളിക്കാം. രാവിലെ നമ്മൾ ഇച്ചിരി പണിയൊക്കെ എടുത്തല്ലേ. രാവിലെ ഉണ്ടായ തല്ലിന്റെ കാര്യം ഓർമ്മിച്ച് മിഥു ഒന്ന് കൈ നിവർത്തുമ്പോഴാണ് ഹോണടിച്ച് വളവ് വിരിഞ്ഞു വരുന്ന പെട്ടിയോട്ടോയിലേക്ക് അവന്റെ കണ്ണുകൾ എത്തുന്നു. നല്ല പരിചയമുള്ള വണ്ടിയാണല്ലോ. അവനത് പറഞ്ഞു ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ഇതെന്റെ അച്ഛൻ്റെ വണ്ടിയല്ലേ? മീതു ആ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രണവിനെയും പാർത്തിയുടെ അവിടെ കളിക്കുന്ന മറ്റു പിള്ളേരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. കാരണം ആ വണ്ടി വന്ന് നിന്ന് അടച്ചിട്ട തിങ്കളുടെ വീടിന്റെ ഗേറ്റിനടുത്താണ്. ആ കുഞ്ഞു ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല. അശോകൻ ഗേറ്റിനോരം ചേർന്ന് വണ്ടി ഒതുക്കി നിർത്തുമ്പോൾ അച്ഛൻ ഈ വണ്ടി നിറയെ സാധനങ്ങളുമായി ആരെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നറിയാൻ പാർത്തിയുടെ കാല് മടിയിൽ നിന്ന് മാറ്റി എഴുന്നേറ്റ് മിഥു. ആദ്യം തിങ്കൾ തന്നെയാണ് ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അവൾ ആ വണ്ടിയുടെ മറവിൽ നിന്ന് എല്ലാവർക്കും കാണാൻ പാകത്തിന് തരത്തിൽ പുറത്തേക്ക് വന്നത് മിഥുവിന്റെ കണ്ണുകൾ ചുരുങ്ങി. അടുത്ത നിമിഷം അവളെ തിരിച്ചറിഞ്ഞതും ചുരുങ്ങിയ കണ്ണുകളൊക്കെ വിടുകയും ചെയ്തു. എടാ പ്രണവേ, നോക്കിയടാ, തിങ്കളല്ലേ ഇത്? അത്ഭുതത്തോടെ അവൻ തിരിഞ്ഞ് പ്രണവിനെ നോക്കി പറയുമ്പോൾ അവന്റെ മുഖത്തുകൊണ്ട് അവളെ കണ്ട അതേ പകപ്പ്. രാവിലെ തിങ്കൾ വന്നിറങ്ങിയപ്പോൾ പാർത്തി ഒഴിച്ച് ബാക്കി ആരും അടിപിടി ഓട്ടത്തിനിടയിൽ അവളെ കണ്ടിരുന്നില്ല. പാർത്തിയാണെങ്കിൽ ഇവന്മാർക്കൊക്കെ ഇവളെ എങ്ങനെ അറിയാവുന്നൊരു ഞെട്ടിലാണ്. അതിനൊപ്പം മീതു പറഞ്ഞ പെണ്ണിന്റെ പേര് അവൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, തിങ്കൾ. ഇവളിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി? പ്രണവ് സ്വയം എന്നോണം ചോദിക്കുന്നുണ്ട്. ജയിലിലോ? മിഴിഞ്ഞ കണ്ണുകളോടെയുള്ള ചോദ്യത്തിനൊപ്പം പാർത്തി ആ നിമിഷം തന്നെ അവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. നിനക്കറിയില്ലേ, അതാ അവളാണ് തിങ്കള്. ആ വീട്ടിലെ മൂത്തയാൾ അമ്മയുടെ രഹസ്യക്കാരനെ കൊന്ന് ജയിലിൽ പോയെന്നൊക്കെ നീ നാട്ടിൽ വന്നപ്പോൾ തന്നെ അറിഞ്ഞ കാര്യമല്ലേ? പറഞ്ഞു നിർത്തി പ്രണവനെ നോക്കുമ്പോൾ പാർത്തി എന്തോ ചിന്തകളിലാണ്. അവനിപ്പോൾ സംഭവം ഓർമ്മ വരുന്നുണ്ട്. അന്ന് ഈ നാട്ടിൽ വന്നപ്പോൾ സുരേന്ദ്രൻ അങ്കിൾ പറഞ്ഞ കേസ് ഒന്നുകൂടെ വിശദമായി ഓർത്തെടുത്തവൻ. എത്ര വർഷമായിരുന്നു ശിക്ഷ? 7 വർഷം കണ്ടായിരുന്നു അല്ലേടാ? പ്രണവം ഇതിനോട് ചോദിക്കുമ്പോൾ അവനാണെന്ന് തലയാട്ടുന്നുണ്ട്. ചേട്ടാ, എനിക്ക് അതല്ല. എന്നാൽ അച്ഛൻ ഇവിടെ എവിടെ നിന്ന് കിട്ടിയാവോ? ഇനി നേരിട്ട് ജയിലിൽ നിന്നുള്ള വരവാണ് അവിടെ. അവിടുന്ന് ഇത്ര സാധനങ്ങളൊക്കെ പോരുമ്പോൾ കൊടുത്തേക്കുവോ? മീതു അവിടെ നിന്ന് കടുത്ത ചിന്തകളാണ്. ബുദ്ധിയില്ലാന്ന് വെച്ചിങ്ങനെ മണ്ടത്തിന് വിളമ്പലേടാ. അവള് രാവിലെ വന്നാ. പ്രണവിന് പിറകെ പാർട്ടി എന്ന് പറയുമ്പോൾ രണ്ടുപേരും അവനെ നോക്കി. അപ്പോഴേക്കും അശോകന്റെ വിളി മിഥുവിനാർക്കും വന്നിട്ടുണ്ട്. ഡാ ഒന്ന് വാടാ. കൈകാട്ടിയുള്ള മാടിവിളി കണ്ടാൽ അറിയാം സാധനങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടിയാണെന്ന്. തിങ്കൾ അശോകന്റെ പുറകിലായി മടിച്ചു നിൽക്കുന്നുണ്ട്. ആരെയും വിളിക്കണ്ട, നമുക്ക് തന്നെ എങ്ങനെയെങ്കിലും ഇറക്കി വെക്കാന്നായിരുന്നു അവരുടെ മനസ്സിൽ. പക്ഷെ അപ്പോഴേക്കും അശോകൻ വായ നോക്കിയിരിക്കും തന്നെ മോനെയും കൂട്ടുകാരെയും വിളിച്ചു കഴിഞ്ഞു. അച്ഛൻ ചുമടെടുക്കാൻ വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ വരും. മിഥു തിരിഞ്ഞു നോക്കി. ആദ്യം മുന്നേ പോയത് പാർട്ടിയാണ്. പ്രണവ് അവന്റെ പോക്കേട് നെറ്റി വിളിച്ചിട്ടുണ്ട്. അല്ല, ക്ഷീണെന്ന് പറഞ്ഞ് കളിക്കാൻ മടിച്ച് കിടക്കുന്നയാളെന്ന് ഉപരി അവൻ അങ്ങനെ ആര് വിളിച്ചാലും പെട്ടെന്ന് പോകുന്നയാളല്ല. താങ്കൾ നിർബന്ധിക്കണം, എന്നാലേ അവൻ വരും. ഇതിപ്പോ അവന്റെ പോക്കണ്ടിട്ട് അവനെയാണ് അച്ഛൻ വിളിച്ചെന്ന് തോന്നുന്നു. എന്തായാലും പാർട്ടിയുടെ പുറകെ തന്നെ പ്രണവും ഇതിനും പോയി. ആറ് വരുന്ന കണ്ടതും തിങ്കൾ പിന്നെ ഒന്നും പറയാ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഇതൊക്കെ ഒന്ന് അകത്തേക്ക് എടുത്തു വെക്കാൻ കൂടാ. അശോകൻ പറഞ്ഞതേ 3 ഓട്ടോയുടെ പിന്നിലേക്ക് പോയി. ഒരു വീട്ടിലേക്ക് വേണ്ട മിക്ക സാധനങ്ങൾ അതിനുണ്ടെന്ന് ആൾക്ക് കണ്ടപ്പോഴേ പിടികിട്ടി. തിങ്കൾ മുൻവാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. കട്ടിലും മേശയൊക്കെയാണ് അവർ ആദ്യം ഇറക്കിയത്. പ്രണവും ഇതിനുമാണ് ആ ചെറിയ കട്ടിൽ പിടിച്ച് ആദ്യം വീട്ടിനകത്തേക്ക് കയറിയത്. വാതിൽക്കൽ നിൽക്കുന്ന തിങ്കളിനെ നോക്കി രണ്ടുപേരും പുഞ്ചിരിച്ചു. പക്ഷെ അവൾ ചിരിച്ചില്ല. കട്ടിൽ ഇങ്ങോട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞ് അവൾ വാതിൽ കിടന്നങ്ങ് പോയതും മിഥുനും പ്രണവും പരസ്പരം ഒന്ന് നോക്കി. അവൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ഇത്രക്കും അങ്ങ് മാറിപ്പോയടാ. മിഥു സ്വന്തം മുഖത്തോടെ വിരലോടിച്ച് പ്രണവിനെ നോക്കി. നീ ഒത്തിരി മാറിയിട്ടുണ്ട്. മസൂലൊക്കെ വന്നിട്ട് അവൾ നിന്നെ കണ്ട് പേടിച്ചു കാണും. അതിന് പ്രണവനെ കണ്ണുരുട്ടി നോക്കി. പുറത്തേക്ക് നടക്കുമ്പോൾ വീലാടകളാ, നീ സുന്ദരം തന്നെയാടാ എന്ന് പറഞ്ഞ് മിഥു അവന് പുറകെ ഇറങ്ങിയതും കൈ ചുരുട്ടി അവന്റെ വയറ്റതുപോലെ ഒരെണ്ണം കൊടുത്തു പ്രണവ്. തിങ്കളും സാധനങ്ങൾ എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മരത്തിന്റെ മേശയും പിടിച്ച് അകത്തേക്ക് വരാൻ നിൽക്കുന്നവനെ കണ്ട് പെട്ടെന്ന് വഴിമാറി കൊടുത്തു. ആളവന്റെ മുഖത്തേക്ക് നോക്കിയില്ലെങ്കിലും പാർട്ടിയുടെ നോട്ടം മുഴുവൻ അവളിൽ തന്നെയായിരുന്നു. ആ വീടിനുള്ളിലെ ചെറിയിരിട്ടിലും നിലാവ് പോലെ തെളിഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ മുഖം തിങ്കൾ. ഒന്നുകൂടെ അവന്റെ മനസ്സ് ആ പേര് ഉരുവിട്ടുപോയി. പാർട്ടി അകത്തേക്ക് കടന്നതേ തിങ്കൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. 3 പേരും കൂടെ വന്നതേ സാധനങ്ങളെല്ലാം പെട്ടെന്ന് അകത്തേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം പാർട്ടിയുടെ കണ്ണുകൾ തിങ്കളിനെ ചുറ്റിപ്പറ്റി വലം വെച്ചെങ്കിലും ബാക്കി ആർക്കൊന്നും മനസ്സിലായില്ലെന്നാണ് സത്യം. അങ്ങനെയാണ് ചെക്കന്റെ നോട്ടം. രാവിലെ അവൻ കണ്ടയിൽ വെച്ച് എന്തൊക്കെയോ മാറ്റം പെണ്ണിൽ വന്നിട്ടുണ്ടെന്ന് പാർട്ടി കണ്ടുപിടിച്ചു. നെറ്റിയിലെ ചുവന്ന പൊട്ടും കാവിലെ വെള്ളക്കല്ല് വെച്ചൊരു കുഞ്ഞിപ്പൂവിന്റെ കമ്മലും കഴുത്തിലെ സിൽവർ ചെയിൻ മാലയും അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്തിനേറെ ഇടയ്ക്കെപ്പോഴോ അവിടെ കാൽ കിടക്കുന്ന കൊലുസിൽ വരെ ചെക്കന്റെ കണ്ണുപോയിരുന്നു.
വിറകൊക്കെ ഞാൻ നാളെ തന്നെ എത്തിക്കാം മോളെ. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി കേട്ടോ. മോളുടെ ജോലിക്കാരിയും നോക്കാം ഞാൻ. അതും പറഞ്ഞ് അശോകൻ അവൾക്ക് കൊടുത്ത പണിക്കാശുമായി വണ്ടിയെടുത്ത് പോയതും തിങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ 3 പേര് അവൾക്ക് പിന്നിൽ തന്നെയുണ്ട്. ഇരുട്ടായതുകൊണ്ട് വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം അവരുടെ തൊട്ടുമുകളിലും തെളിഞ്ഞു. നിനക്ക് ഞങ്ങൾ മനസ്സിലായില്ലേ നിങ്ങളെ? ഇത് ഞാനടി മിഥുൻ. മുഖത്തെ മുടിയും താടി ഒതുക്കി പിടിച്ച് അവൻ മുഖം അവൾക്ക് പാതിന് തുറന്നു കൊടുത്താണ് പറച്ചിൽ. ഇത് പ്രണവ്, സൂക്ഷിച്ചൊന്ന് നോക്കി നീ, നിനക്ക് മനസ്സിലാവും. ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇവൻ. മീതു പ്രണവിനെയും പിടിച്ച് മുന്നിലേക്ക് നിർത്തി പറയുമ്പോൾ അവനൊരു നോട്ടം നോക്കി. സോറി, വണ്ണല്ല മസിൽ തെറ്റിപ്പോയത്. പ്രണവിനെ നോക്കി വിളിച്ച് വീണ്ടും അവൻ തിങ്കളിനെ നോക്കി. പെണ്ണിന് വലിയ ഭാമാറ്റമൊന്നുമില്ല. ഇനി പോലീസ് ഇറങ്ങാനും തലക്കടിച്ചുകളുടെ കിളി പോയി കാണൂടാ, അതായിരിക്കും ഇങ്ങനെ വടി വിഴുങ്ങിയ പോലെ നിൽക്കുന്നു. മീതു പ്രണവിന്റെ ചെവിയിൽ പിറുവിറുക്കുമ്പോൾ ഒന്ന് മിണ്ടാ നിൽക്കണ തെണ്ടി എന്നവൻ. ഞാൻ മിണ്ടും, അവള് മറന്നുപോയെങ്കിൽ ഒന്നുകൂടെ പരിചയപ്പെടുത്തില്ല നമ്മളിപ്പോ. ഇവനെയും പരിചയപ്പെടുത്തും ഞാൻ. പാർത്തിയുടെ കയ്യിൽ പിടിച്ച് മീതു മുന്നോട്ട് വലിച്ചു. പിന്നെ ഇവനെ നിനക്ക് അറിയാൻ വഴിയില്ല. ഇവന്തോ ആ വീട്ടിലെയാ, പേര് പാച്ചയെന്നല്ലേ എനിക്കറിയാം. അത് കേട്ട് 3 പേരും ഞെട്ടി. അവരുടെ ആ ഞെട്ടിൽ പെട്ടെന്ന് അവളൊന്ന് പതറിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.